മെയിൽ സിറ്റിക്ക് സൗദിയിലേക്ക് തിരിച്ചു പോകാനുള്ള വിസയുടെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊച്ചിയിലോട്ട് വന്നത്. പ്രൊസീജിയർ എല്ലാം നേരത്തെ തീർന്ന സ്ഥിതിക്ക് എന്നാൽ പിന്നെ അടുത്ത് എവിടെയെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചു. അവസാനം നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയി. ഇവിടെ എല്ലാം ഒന്ന് ചുറ്റി കണ്ടതിന് ശേഷം ഫുഡും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ. ആദ്യം കുറച്ചൊക്കെ ചുറ്റിക്കറങ്ങി, പിന്നെ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഓപ്പൺ ഏരിയയിലുള്ള ഇതുപോലത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ബെൻവിനാണെങ്കിൽ പാർക്കിൽ കളിക്കണം എന്നുള്ള ഒറ്റ നിർബന്ധത്തിൽ നിന്നിട്ട് ഇവനെ പാർക്കിൽ കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അവിടെ ഒരു ബേബി ഫാമിലി ഉണ്ടായിരുന്നു. അവർ മലയാളീസ് അല്ല. എന്നിട്ട് പോലും നമ്മൾ കൂടെ നല്ലതായിട്ട് മിങ്കിൾ ചെയ്തു. ബെൻവിന്റെ കൂടെ ആ ബേബി കളിക്കാനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബിഗ് ബി ഷൂട്ട് ചെയ്തു. അതായത് ആ ഒരു മൂവി ഷൂട്ട് ചെയ്ത പിന്നെ ആ ഒരു വീടിന്റെ പേര് അറിയപ്പെട്ടിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ എന്നാൽ പോലും ആ ഒരു വീടിന് വേറൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഇപ്പോഴും നിലനിൽക്കപ്പെടുന്ന ഒരു പഴയ പോർച്ചുഗീസ് ബിൽഡിംഗ്. ആൾക്കാർ പറഞ്ഞു കേട്ടത് പ്രകാരം നമ്മുടെ വാസ്കോഡ ഗാമയുടെ വീട് എന്നറിയപ്പെടുന്ന പഴയ ഒരു പോർച്ചുഗീസ് ബിൽഡിംഗ് ആണത്. അതുകൊണ്ട് തന്നെ അതിന്റെ പേര് തന്നെ വാസ്കോ ഹോം സ്റ്റേ എന്നാണ്. അതും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ മെട്രോയിലാണ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്. ഞാൻ നോർമൽ മെട്രോയിൽ കുറെ പ്രാവശ്യം കയറിയിട്ടുണ്ടെങ്കിലും വാട്ടർ മെട്രോയിൽ ഇത് ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോടതി ജംഗ്ഷൻ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അതെ, അവിടെ ഹൈക്കോടതി ജംഗ്ഷൻ, അതെ, അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് നേരെ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. പിന്നെ നീണ്ട ഒരു കാത്തിരിപ്പായിരുന്നു ട്രെയിനിന് വേണ്ടിയിട്ട്. കാത്തിരിപ്പിനൊടുവിൽ ആ നിരങ്ങി നിരങ്ങി വരുന്ന ട്രെയിനിലാണ് ഞങ്ങൾക്ക് കൊല്ലത്തോട്ട് പോകാനായിട്ടുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.